അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് ലീഗിലേക്കാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. തെരഞ്ഞെടുപ്പ് പാർലമെന്ററി കമ്മിറ്റികളിൽ നിന്ന് യൂത്ത് ലീഗിനെ ഒഴിവാക്കിയതിൽ അമർഷം പുകയുന്നു. ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം. സാദിഖ് അലി തങ്ങളുടെ തീരുമാനങ്ങൾ ലീഗിൽ അട്ടിമറിക്കുന്നു എന്നാണ് ആരോപണം. യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫഖി തങ്ങളുടെ ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. യൂത്ത് ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റികളുടെ ഔദ്യോഗിക ഗ്രൂപ്പുകൾ ഉയർന്ന വിമർശനത്തിന്റെ സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്കതൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാം. സംസ്ഥാന കമ്മിറ്റിയിൽ ഇതൊക്കെ വളരെ ശക്തമായ രീതിയിൽ അത് പറയുകയൊക്കെ ചെയ്തിട്ട് ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് രണ്ടിനുള്ളിൽ ലീഡേഴ്സിനെ കണ്ടിട്ട് ഈ രണ്ട് കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്തുന്നൊക്കെയാണ് പറയണത്. സാധിക്കത്തിൽ തങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തങ്ങളെല്ലാ കാര്യത്തിലും സംസാരിക്കുന്നതും പിന്നീട് എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാവണമില്ല. വളരെയധികം യൂത്ത് ലീഗിനെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള സംഗതിയാണെന്നുള്ളത് എല്ലാവരും, എല്ലാ ജില്ലാ കമ്മിറ്റികളും പ്രത്യേകിച്ച് നന്നായി പറയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്ററി ഇതിൽക്കൊക്കെ യൂത്ത് ലീഗിന്റെ പരിഗണന ലഭിക്കാത്തതിനൊക്കെ വളരെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ തന്നെ അത് ചർച്ച ചെയ്യും, അതിന് വേണ്ട തീരുമാനങ്ങളാക്കാനൊക്കെ നേതൃത്വത്തെ ചുമതലപ്പെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ അലി കരിമ്പ, ഗുഡ് ഈവനിംഗ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക, ജെൻസി വോട്ടർമാരിലേക്ക് പാർട്ടിയെ വളർത്തുക, അതൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് അങ്ങനെ സംഭവിക്കാത്തത്? സുജയ, അങ്ങനെ സംഭവിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു 3 തവണ ടേം വ്യവസ്ഥയൊക്കെ നടപ്പിലാക്കൽ. പക്ഷേ പിന്നീട് അതിൽ പാർട്ടി തന്നെ ഇളവ് നൽകിയതോടെയാണ് ഇപ്പോൾ യൂത്ത് ലീഗിന് വലിയ അമർഷം ഉണ്ടായിരുന്നത്. അത് വലിയ പ്രതിഷേധമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 2 വിഷയമാണ്. ഒന്ന്, ഈ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും, അതുപോലെ തന്നെ ഈ 3 തവണ വ്യവസ്ഥകളിൽ ഇളവ് നൽകണോ വേണ്ടോ എന്നൊരു സ്ഥാനാർത്ഥിക്ക് തീരുമാനമെടുക്കുന്നതും മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി കമ്മിറ്റികളാണ്. അത് പഞ്ചായത്ത് തലത്തിലുണ്ട്, മണ്ഡലം തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. എന്നാൽ ഈ പാർലമെന്ററി കമ്മിറ്റികളിൽ മുസ്ലിം ലീഗ് വനിതാ ലീഗിനടക്കം ഉൾപ്പെടുത്തി ഉത്തരവുകൾ, പുതിയ സർക്കുലർ ഇറക്കി. പക്ഷേ ഇതുവരെ യൂത്ത് ലീഗിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതടക്കം യൂത്ത് ലീഗ് പടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ അമർഷമാണ് ഉയർന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം 7-ാം തീയതി ചേർന്നപ്പോൾ ആ യോഗത്തിന് രൂക്ഷ വിമർശനമുണ്ടായി. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ 3 വ്യവസ്ഥയിൽ ആദ്യഘട്ടത്തിൽ യൂത്ത് ലീഗിന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഉറപ്പ് നൽകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പടക്കം അട്ടിമറിക്കപ്പെട്ടു. അതിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്തത്. മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഫൈസൽ ബാഫിക്ക് തങ്ങൾ പുറത്തുവിട്ട പറയുന്ന ശബ്ദ സന്ദേശമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോസിറ്റീവായ തീരുമാനം എടുത്തിട്ട് പോലും പാർട്ടിയിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല. മാത്രമല്ല യൂത്ത് ലീഗിന്റെ സംസ്ഥാന യോഗത്തിലടക്കം വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ അങ്ങനെ വിമർശനം ഉയർന്നുള്ള വാർത്തകളെ തള്ളി യൂത്ത് ലീഗ് പത്രക്കുറിപ്പിറക്കുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന ശബ്ദ സന്ദേശമാണ്. അതിൽ പറയുന്നു, എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരുപോലെ തന്നെ ലീഗ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയർത്തി 3 തവണ വ്യവസ്ഥയിൽ ഇളവ് നൽകിയതിന്, അതിനോടൊപ്പം തന്നെ പാർലമെന്ററി കമ്മിറ്റികളിൽ നിന്നും യൂത്ത് ലീഗിനെ പുറത്തു നിർത്തിയതടക്കം തന്നെ വലിയ വിമർശനം ഉയർന്നിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം കമ്മിറ്റികളിലേക്ക് ഉൾപ്പെടുത്തുമോ? അതാണ് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണ്? യൂത്ത് ലീഗിന്റെ ന്യായമായ പരാതിയാണ്. ആ പരാതി പരിഗണിക്കുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. എല്ലാ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കാവുന്നേ, അങ്ങനെയൊക്കെയല്ലേ മുന്നോട്ട് പോകേണ്ടത്.